ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് നമുക്ക് വെറൈറ്റി വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാം. അതിന് പ്രധാനമായിട്ട് വേണ്ടത് പുതിനയാണ്. ഞാൻ എൻ്റെ ഫ്ലവർ പൊട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഇല കട്ട് ചെയ്തെടുക്കാൻ പോവാം. അപ്പം നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനം പുതിന, ഇഞ്ചി, നാരങ്ങ, കാലാനമ്മക്ക്. ഞാനതാ എടുത്തിരിക്കുന്നത്. കാലാനമ്മക്ക് അത് എല്ലായിടവും വാങ്ങാൻ കിട്ടും. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് വേണം. അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായി നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ജാറിലോട്ട് നമുക്ക് ഇഞ്ചിയും പുതിനയും ഇട്ട് കൊടുക്കാം. തണ്ണിമത്തങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് കാലാനമ്മക്ക്. ഇനി വേണ്ടത് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അരമുറി നാരങ്ങ. അപ്പോൾ അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ അടിച്ചു കൊണ്ടുവരാം. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലോട്ട് ഒഴിച്ച് അരിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മുടെ പുതിന വാട്ടർമെലൺ ജ്യൂസ് തയ്യാർ. അപ്പോൾ എല്ലാവരും ഈ ചൂടുകാലത്ത് ഇങ്ങനെ വെറൈറ്റി ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കണം. അത്യാവശ്യം മധുരമുണ്ട്. അതല്ല, മധുരം കൂടുതൽ വേണമെന്നവർ തേൻ ചേർത്ത് കുടിക്കണം. ഞാൻ ഇതിനകത്ത് തേൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഡയബറ്റീസുകാർക്ക് ഇത് പ്രത്യേകിച്ചും ഏറ്റവും ഉത്തമമാണ് ഈ ജ്യൂസ്. മധുരം പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും ഇതേമാതിരി ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. തേൻ വേണമെന്നവർക്ക് തേൻ ചേർക്കാം, പഞ്ചസാര വേണമെന്നവർക്ക് പഞ്ചസാര ചേർക്കാം. അപ്പം ഞാൻ ഇതൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പം ഈ ചൂടുകാലത്ത് എല്ലാവരും ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. കുടിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ, മറക്കല്ലേ. ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്ന് നമുക്ക് വെറൈറ്റി വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാം. അതിന് പ്രധാനമായിട്ട് വേണ്ടത് പുതിനയാണ്. ഞാൻ എൻ്റെ ഫ്ലവർ പൊട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഇല കട്ട് ചെയ്തെടുക്കാൻ പോവാം. അപ്പം നമുക്ക് വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനം പുതിന, ഇഞ്ചി, നാരങ്ങ, കാലാനമ്മക്ക്. ഞാനതാ എടുത്തിരിക്കുന്നത്. കാലാനമ്മക്ക് അത് എല്ലായിടവും വാങ്ങാൻ കിട്ടും. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് വേണം. അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായി നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ജാറിലോട്ട് നമുക്ക് ഇഞ്ചിയും പുതിനയും ഇട്ട് കൊടുക്കാം. തണ്ണിമത്തങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് കാലാനമ്മക്ക്. ഇനി വേണ്ടത് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അരമുറി നാരങ്ങ. അപ്പോൾ അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു അര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ അടിച്ചു കൊണ്ടുവരാം. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലോട്ട് ഒഴിച്ച് അരിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മുടെ പുതിന വാട്ടർമെലൺ ജ്യൂസ് തയ്യാർ. അപ്പോൾ എല്ലാവരും ഈ ചൂടുകാലത്ത് ഇങ്ങനെ വെറൈറ്റി ജ്യൂസുകൾ ഉണ്ടാക്കി കുടിക്കണം. അത്യാവശ്യം മധുരമുണ്ട്. അതല്ല, മധുരം കൂടുതൽ വേണമെന്നവർ തേൻ ചേർത്ത് കുടിക്കണം. ഞാൻ ഇതിനകത്ത് തേൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഡയബറ്റീസുകാർക്ക് ഇത് പ്രത്യേകിച്ചും ഏറ്റവും ഉത്തമമാണ് ഈ ജ്യൂസ്. മധുരം പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവരും ഇതേമാതിരി ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. തേൻ വേണമെന്നവർക്ക് തേൻ ചേർക്കാം, പഞ്ചസാര വേണമെന്നവർക്ക് പഞ്ചസാര ചേർക്കാം. അപ്പം ഞാൻ ഇതൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ ചൂടുകാലത്ത് എല്ലാവരും ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക.
കുടിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ, മറക്കല്ലേ.